ഹരികുമാർ സാർ, ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വത്തിൽ വലിയ അഴിച്ചുപണിയാണ് നടന്നിരിക്കുന്നത്. 13 വൈസ് പ്രസിഡന്റുമാരും 8 ജനറൽ സെക്രട്ടറിമാരുമാണ് പുതുതായിട്ട് വന്നിരിക്കുന്നത്. മുൻ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ, കേരള സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ. സുരേന്ദ്രൻ അത്തരത്തില് ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് പരിഗണിക്കുന്നു. രാം മാധവനെ പോലുള്ള ആളുകൾ വീണ്ടും നേതൃത്വത്തിലേക്ക് വരുന്നു എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ടുള്ള ഒരു സംഗതിയുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടുള്ള ഈ മാറ്റം എന്തെങ്കിലും തരത്തിലുള്ള ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ബി.ജെ.പിയിലേക്ക് കൊണ്ടുവരുമോ? ബി.ജെ.പിയുടെ നേതൃത്വം ഈ കഴിഞ്ഞ ദിവസം വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി. പക്ഷേ അത് പറയുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ നിന്നും ഉൾക്കൊള്ളാൻ പറ്റുന്ന രണ്ട് കാര്യമാണ്. സംഘടനാ സെറ്റപ്പിൽ വീണ്ടും മോദി RSSുമായിട്ട് ഒരു കോംപ്രമൈസിലൂടെ ഇപ്രാവശ്യം വീണ്ടും പിടിമുറുക്കി സംഘടനാ സെറ്റപ്പിൽ. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, മോദിയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് നിലനിന്നിരുന്ന പല ചിലരെയും ഉൾക്കൊള്ളാൻ മോദിയും തയ്യാറായി. RSSും ആ രീതിയിൽ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടുണ്ടെന്ന് ഉള്ള സൂചനയാണ് വരുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് വിജയരാജ സിന്ധ്യ, പിന്നെ നമ്മുടെ പഴയ രാജസ്ഥാൻ മുഖ്യമന്ത്രി, അവരുടെ പേരെന്താണ്? വിജയരാജ സിന്ധ്യ അല്ലല്ലോ, പഴയ രാജസ്ഥാൻ മുഖ്യമന്ത്രി, ഞാൻ ആ പേര് വിട്ടുപോയി. ജ്യോതിരാദിത്യ സിന്ധ്യ അല്ല അവർ പിന്നെ അതുപോട്ടെ, മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി. അതുപോലെ രാം മാധവ് ദേശീയ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിലെ അദ്ദേഹത്തിന് അത്ര വലിയ ഒരു പദവിയൊന്നുമല്ല കിട്ടിയിരിക്കുന്നത്. മുൻപ് ജനറൽ സെക്രട്ടറി ആയിരുന്ന രാം മാധവ് ബി.ജെ.പി വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ മിക്കവാറും ഒരു നോക്കൂത്തിയാണ്. അപ്പം അബ്ദുള്ളക്കുട്ടി ബി.ജെ.പി വൈസ് പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതാണ് അതിനെ പറ്റി ഏറ്റവും വലിയ ഒരു തെളിവ്. ദേശീയ തലത്തിലുള്ള ഒരു ബി.ജെ.പി വൈസ് പ്രസിഡന്റ് കേരളത്തിൽ നിന്ന് ഉണ്ടായിരുന്ന ആൾ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. അബ്ദുള്ളക്കുട്ടിയെ ആരും പേടിച്ചിട്ടില്ല. അപ്പോ അങ്ങനെയുള്ള ഒരു സ്ഥാനമാണ് ഈ നമ്മുടെ രാം മാധവന് കൊടുത്തിരിക്കുന്നത്. പക്ഷേ രാം മാധവ് അബ്ദുള്ളക്കുട്ടിയല്ല. രാം മാധവന് ഒന്ന് പിടിച്ചു കയറാൻ എന്തെങ്കിലും മതി. ഒരു നൂലാണെങ്കിലും അദ്ദേഹം അതിലൂടെ അങ്ങ് മുകളിലെത്തും. ഇപ്പൊ രാം മാധവന്റെ തിരിച്ചുവരവ് തീർച്ചയായിട്ടും അതിൽ പ്രസക്തിയുണ്ട്. ഇപ്പം മറ്റേ ബി.ജെ.പിയുടെ ജനറൽ സെക്രട്ടറിമാരായിട്ട് ഇപ്പൊ ഇരിക്കുന്ന ആൾക്കാർ, താവടെ, പിന്നെ അതുപോലെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവരൊക്കെ തന്നെ തുടരുന്നുണ്ട്. ഇതൊരു ഈ സംഘടനാ സെറ്റപ്പ് ഒന്നും വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല. ബി.ജെ.പിയിലെ മോദിയും അമിത്ഷായും തന്നെയാണ്. പക്ഷെ ഈ പുനഃസംഘടന നൽകുന്ന സൂചനകളാണ്, അല്ലെങ്കിൽ അത് പുറത്തുവിടുന്ന രാഷ്ട്രീയ സന്ദേശങ്ങൾ, പൊളിറ്റിക്കൽ മെസ്സേജ്, അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ആ പ്രധാനപ്പെട്ട ഘടകം വരുന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് മോദിയും RSSും യോഗി ആദിത്യനാഥും തമ്മിൽ ഒരു ധാരണയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ബി.ജെ.പിക്ക് യു.പിയിൽ തിരിച്ചടി ഉണ്ടായി. യോഗി ആദിത്യനാഥിന്റെ പിന്നെ അംഗീകാരം ഇല്ലാത്ത ഒരുപാട് സ്ഥാനാർത്ഥികൾ അവിടെ വന്നു. അവരിൽ മിക്കവരും തോറ്റുപോവുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം ഒരു തൊഴുത്തിൽ കുത്ത് ഇപ്രാവശ്യം ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താൻ ആരൊക്കെയോ ഇടപെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ബി.ജെ.പിയുടെ സർവശക്തനായ അധ്യക്ഷൻ നിതിൻ നബീൻ പ്രത്യേകിച്ചൊരു ഗുണവും മണവും ഇല്ലാത്ത ഒരു നേതാവാണെന്നുള്ളതിൽ ഒരു സംശയവും എനിക്കിപ്പോഴും ഇല്ല. ഇദ്ദേഹത്തിന് ഡൽഹിയിൽ കോക്രോച്ച് പാർട്ടി സമരം നടന്നപ്പോഴൊക്കെ അതിൽ ക്രിയാത്മകമായിട്ട് ഇടപെട്ട്, അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗത്ത് നിന്നും ചില നീക്കങ്ങളിലൂടെ ഈ സമരത്തെ പൊളിക്കാനൊന്നും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇനി ഇത് പാർട്ടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതിനപ്പുറത്തേക്കുള്ള ഒരു സിഗ്നിഫിക്കൻസ്, ഒരു പ്രാധാന്യം ഈ ഇന്നലത്തെ പുനഃസംഘടനയിലുണ്ട്. ഇപ്പൊ സുരേന്ദ്രന്റെ കാര്യം ഞാൻ മിണ്ടുന്നില്ലല്ലോ എന്ന് ചിലപ്പോ ചിന്തിക്കാം. സുരേന്ദ്രൻ ദേശീയ സെക്രട്ടറിയാണ്, ജനറൽ സെക്രട്ടറി അല്ല. ഓക്കെ, അദ്ദേഹത്തിന് ഒരു ചെറിയ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അതേ സ്ഥാനം തന്നെ പാർട്ടിയിലോട്ട് വന്ന അനിൽ ആന്റണിക്കും കിട്ടിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് എനിക്കതിലൊന്നും അഭിപ്രായ പ്രകടനം നടത്താനില്ല. സുരേന്ദ്രനും ദേശീയ സെക്രട്ടറി ആണ്, അനിൽ ആന്റണി ദേശീയ സെക്രട്ടറി ആയി തുടരുന്നു. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ എനിക്കിതിൽ തോന്നുന്നുള്ളൂ. അനിൽ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രവർത്തനത്തിന്റെ അംഗീകാരമായിരിക്കാം.
അദ്ദേഹം അത്യാവശ്യം കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു ഇംപ്രഷൻ ഗുഡ് ബുക്സിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സുരേന്ദ്രന് കേരളത്തിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഒരു അംഗീകാരം കൊടുത്തിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. സുരേന്ദ്രന് അത്യാവശ്യം ഹിന്ദി ഒക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്, ഇംഗ്ലീഷും അത്യാവശ്യം അറിയാം. അപ്പൊ അത്തരം ഒരു നേതാവിന് സ്വാഭാവികമായിട്ടും കേന്ദ്രം ഒരു അംഗീകാരം കൊടുത്തും അതിൽ കൂടുതൽ നമുക്ക് അതിലേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇനി അടുത്ത പ്രധാനപ്പെട്ട വിഷയം, കേന്ദ്ര മന്ത്രിസഭയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു എന്നുള്ള സൂചനകളുണ്ട്. ഇതിനു മുമ്പ് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം സ്മൃതി ഇറാനിയുടെ തിരിച്ചുവരവാണ്. സ്മൃതി ഇറാനി ഇപ്രാവശ്യം അമേഠിയിൽ തോറ്റതിന് ശേഷം സ്മൃതി ഇറാനി പതുക്കെ അങ്ങ് വിസ്മൃതിയിലായിരുന്നു. വിസ്മൃതിയായി പോയിരുന്നു. പക്ഷെ ഇപ്പോ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. അത് അമിത്ഷായുടെയും മോഡിയുടെയും ഒക്കെ ഏറ്റവും അടുത്ത വ്യക്തിയാണ്. അതാണ് ഞാൻ പറഞ്ഞ മോദി പിടിമുറുക്കുന്നു. മോദി തൽക്കാലത്തേക്ക് ഒന്ന് പകച്ചിരുന്നു, പക്ഷെ വീണ്ടും ശക്തനാവുന്നു BJP ഉള്ളില്. ഇനി മന്ത്രിസഭ പുനഃസംഘടന, ആ പുനഃസംഘടനയിൽ പ്രധാനപ്പെട്ട 3-4 വകുപ്പുകൾ സൃഷ്ടിക്കപ്പെടും എന്ന ഒരു സൂചനയുണ്ട്. അതുപോലെ ഈ ഇന്റേണൽ ഹോം മിനിസ്ട്രിയിൽ പോലെ അതിൽ ഒരുപാട് മാറ്റങ്ങൾ അമിത്ഷാ കൊണ്ടുവരും എന്ന് പറയുന്നു. ഇന്റേണൽ സെക്യൂരിറ്റി വിങ്ങിൽ ഇപ്പോഴത്തെ ചില കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ചില സെക്യൂരിറ്റി ഏജൻസികൾ സംയോജിപ്പിച്ചുകൊണ്ട് പുതിയ ഒരു ഇന്റേണൽ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് രംഗത്ത് വരാൻ അത് രൂപീകരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായിരിക്കാം. അതുപോലെ ഈ പീയൂഷ് ഗോയല് വാണിജ്യമന്ത്രി, അദ്ദേഹത്തിനെ BJPയുടെ ട്രഷറർ ആക്കിയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മറ്റ് പല മാറ്റങ്ങളും മന്ത്രിസഭയിൽ ഉണ്ടാകാം. ഇപ്പോ പൊതുവെ അത്ര ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത ഒരു മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. നിർമ്മല സീതാരാമൻ ഇതുവരെ ഒരു ഇലക്ഷനിൽ നിന്നും ജയിച്ചിട്ടില്ല. പിൻവാതിലൂടെയുള്ള അപ്പോയിന്റ്മെന്റ് ആണ് പുള്ളിക്കാരി. അവര് ചിലപ്പോൾ അവരുടെ വകുപ്പ് മാറും എന്നൊക്കെയുള്ള സൂചനകളുണ്ട്. നിർമ്മല സീതാരാമൻ ധനകാര്യത്തിൽ നിന്നും മറ്റേതോ വകുപ്പിലേക്ക് മാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഇനി വരുന്ന വർഷങ്ങൾ ഇലക്ഷനിലേക്കുള്ള നടന്നെടുക്കുന്ന വർഷങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത ഇപ്പോൾ അതിന് സ്ഥിരീകരണം ഇല്ലാതിരുന്നുകൊണ്ടാണ് ഞാൻ ആദ്യം പറയാതിരുന്നത്. പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ട, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെക്കാൾ പ്രധാനപ്പെട്ടതാണ്. DMK കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമാകും എന്നൊരു പ്രസ്താവന ഇന്നലെ തമിഴ്നാട്ടിലെ മന്ത്രിയായ നിർമ്മൽ കുമാർ നടത്തിയിരുന്നു. 2 DMK മന്ത്രിമാരുണ്ടാകും. കനിമൊഴി ഇതുവരെ രഹസ്യമായി BJP ആയിട്ട് ബന്ധപ്പെട്ടിരുന്നത് ഇപ്പൊ പരസ്യമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങി. ഈ കഴിഞ്ഞ ദിവസം ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായിട്ട് അവർ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നൊക്കെ ഉള്ള അഭിപ്രായ പ്രകടനങ്ങൾ അവിടെ നടത്തിയിരുന്നു. അപ്പോ DMKയും അതുപോലെ ശരത് പവാറും കേന്ദ്ര മന്ത്രിസഭയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള സൂചനയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതാണ് ഇതിന്റെ ഒരു രാഷ്ട്രീയ സിഗ്നിഫിക്കൻസ് എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു രാഷ്ട്രീയ സിഗ്നിഫിക്കൻസ് ആണ് അതിന്റെ മുന്നോടിയാണ് ഈ പറഞ്ഞ സംഘടനാ തലത്തിലുള്ള ഒരു അഴിച്ചുപണി. ഈ സംഘടനാ അഴിച്ചുപണി ഈ വളരെ പ്രസക്തമാകുന്നത് ഇത്തരം വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ്. അല്ലെങ്കിൽ ഇതിൽ വലിയ വലിയൊരു നീക്കമൊന്നും നടന്നതായിട്ട് നമുക്ക് പിന്നെ പറയാനില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ തിരിച്ചു വരുമെന്ന് പറഞ്ഞ വസുന്ധര രാജ സിന്ധ്യ, അവരുടെ പേരിപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് തിരിച്ചു വന്നത്. ഞാൻ പറഞ്ഞ വിജയരാജ സിന്ധ്യ, പഴയ വിജയരാജ സിന്ധ്യ ഗ്വാളിയോർ രാജമാതാവായിരുന്നു. അവര് BJPയുടെ വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു. അവരുടെ മകളാണ് വസുന്ധര രാജ സിന്ധ്യ. വസുന്ധര രാജ സിന്ധ്യക്ക് വീണ്ടും ഒരു അംഗീകാരം BJP കൊടുത്തത്. കാരണം മോദിക്കെതിരായിട്ടുള്ള പരസ്യമായിട്ട് മോദിയെ ധിക്കരിക്കുന്ന ഒരു BJP നേതാവായിരുന്നു വസുന്ധര രാജ. വസുന്ധരയ്ക്ക് വീണ്ടും BJPയിലെ അംഗീകാരം കിട്ടി. ആ വസുന്ധര തിരിച്ചു വന്നതും രാം മാധവ് തിരിച്ചു വന്നതും ഒക്കെ മോദിയുടെ കോംപ്രമൈസുകളായിട്ട് കരുതപ്പെടുന്നു. മോദി തുടക്കത്തിന്റെ രാഷ്ട്രീയം മാറ്റിവെച്ചിട്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തെക്കുറിച്ച് മോദി ഇപ്പൊ സംസാരിക്കാറില്ല. ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യദിന സന്ദേശത്തിലും മോദി തീവ്രവാദത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ ഹിന്ദുത്വ ഒരു പാകിസ്ഥാനെതിരെ അതൊന്നും അല്ലായിരുന്നു. മോദി ആകെ പറഞ്ഞത് ദിമാഗി നക്സൽ എന്ന ബുദ്ധിപരമായിട്ട് ഉള്ള നക്സലുകൾ എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു പ്രയോഗം മാത്രമാണ് നടത്തിയത്. അപ്പോ വരുന്ന ദിവസങ്ങളിലെ ഭരണം എങ്ങനെ ഇരിക്കുമെന്നൊരു സൂചനയാണ് ഇപ്പോ നൽകാൻ പോകുന്നത്.
ഇപ്പോ പുറത്തു വരുന്നത്. BJP-യുടെ പുനഃസംഘടന നൽകുന്ന സൂചന കേന്ദ്ര മന്ത്രിസഭയുടെ പുനഃസംഘടനയാണ്. ആ പുനഃസംഘടനയിൽ തമിഴ്നാട്ടിലെ DMK-യും മഹാരാഷ്ട്രയിൽ നിന്ന് പവാറിന്റെ പാർട്ടിയും കേന്ദ്ര മന്ത്രിസഭയിൽ പങ്കാളിയാകും. ഇതിനിടയ്ക്ക് ശിരോമണി അകാലിദൾ വീണ്ടും NDA-യുടെ ഘടകകക്ഷിയാകാൻ സാധ്യതയുണ്ട് എന്ന് ഉള്ള സൂചനകളുണ്ട്. ഇത്തരം സൂചനകളാണ് ഇപ്പോ ഇന്നലെ നടന്ന പുനഃസംഘടനയെ പ്രസക്തമാക്കുന്നത്. ആ പ്രസക്തിയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു സന്ദേശം. ഇതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ മോദി പുതിയ ഒരു നയ ഓറിയന്റേഷനിലായിരിക്കും അദ്ദേഹം മന്ത്രിസഭയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതൊരു തികഞ്ഞ ഒരു രാഷ്ട്രീയക്കാരന്റെ മെയ്വഴക്കത്തോടു കൂടി, ഇതുവരെ വെറും രാഷ്ട്രീയക്കാരനല്ലായിരുന്നു, അദ്ദേഹത്തിന് സന്യാസിയുടെയും അല്ലെങ്കിൽ ആത്മീയ പരിവേഷത്തിലൂടെയൊക്കെ ആയിരുന്നു, അദ്ദേഹം ഒരു ഹിന്ദുത്വത്തിന്റെ ഒരു പ്രതിരൂപമായിട്ടായിരുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു 2029 മോദി BJP-യെ നയിക്കും എന്നുള്ള സൂചനയാണ് ഇത് നൽകുന്നതെന്ന് തോന്നുന്നു. ഞാനത് പറയാൻ കാര്യം, ഈ BL സന്തോഷ് എന്ന സംഘടനാ സെക്രട്ടറി വീണ്ടും തുടരുന്നു എന്നുള്ളത് കണ്ടാണ്. BL സന്തോഷിന് അതിനപ്പുറത്തോട്ടുള്ള ഒരു പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം രാഷ്ട്രീയമായിട്ട് BJP-യില് ഉയർന്നു വരുന്ന ഒരു നേതാവാണ്. അതിന് എന്തായാലും ശരി, സംഘവും അദ്ദേഹവും തമ്മിലുള്ള ഒരു BJP തമ്മിലുള്ള ഒരു പാലമായിട്ട് ഇപ്പോഴും BL സന്തോഷ് നിലനിൽക്കുന്നു. BL സന്തോഷ് ഒന്ന് പുറകോട്ട് വലിഞ്ഞു നിൽക്കുകയായിരുന്നു. വീണ്ടും സംഘടനാ സെക്രട്ടറി ആവുന്നതോടുകൂടി അദ്ദേഹം വീണ്ടും BJP-യിൽ ചുവടുറപ്പിക്കും. വരുന്ന ദിവസങ്ങളിൽ മന്ത്രിസഭാ പുനഃസംഘടന തന്നെയാണ് ഈ രാഷ്ട്രീയ പുനഃസംഘടന നൽകുന്ന ഒരു സൂചന. എന്തായാലും ശരി, വരുന്ന ദിവസങ്ങളിൽ നിർണായകമായ ഒരുപാട് സംഭവ വികാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും വാർത്തകളും വിശകലനങ്ങളുമായിട്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഉടൻ തന്നെ എത്താം. എല്ലാവർക്കും നന്ദി.